ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളൊരു ഫ്ലോപ്പായിട്ടുള്ളൊരു വീഡിയോ ആട്ടോ പറയണത്. ഫ്ലോപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറുക്കൻ്റെ കയ്യിൽ മൈക്ക് കണ്ടോ. ഞങ്ങൾ വലിയ കാര്യമായിട്ട് മൈക്കൊക്കെ എടുത്ത് ഓൺ വോയിസ് വീഡിയോ ഒക്കെ ചെയ്ത് ഇൻട്രോ ഒക്കെ കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഞാനും അവനൊക്കെ വലിയ കാര്യമായിട്ട് ഇൻട്രോ ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ ആ മൈക്ക് ഓഫ് ആയിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. ആൻഡ് ഞാൻ പിന്നെ വീട്ടിൽ വന്ന് വീഡിയോ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് മൈക്ക് മൊത്തത്തിൽ ഓഫായിരുന്നു, ഒരൊറ്റ വോയിസ് പോലും ക്യാപ്ചർ ചെയ്തിട്ടില്ല എന്ന്. ആൻഡ് അത് വല്ലാത്തൊരു നഷ്ടക്കച്ചവടമായിപ്പോയി എനിക്ക്. ഞങ്ങൾ ശരിക്കും ഒരു ഡ്രൈവിന് വേണ്ടി ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടെ ഇങ്ങനെ ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകാറുണ്ട്. ഇത് ഞങ്ങൾ എന്നും പോകുന്ന വെള്ളച്ചാട്ടത്തിലേക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് നമ്മൾ മിക്കൂനെയും ഫാമിലീനും എല്ലാവരുമായിട്ട് പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഉമ്മാക്ക് ഇറങ്ങാൻ പറ്റില്ല, ഉമ്മാൻ്റെ കാലിന് വയ്യായിരുന്നു. നമ്മുടെ മിക്ക കുറച്ച് കഴിയുമ്പോൾ ഒരു ടയർഡായി ഛർദിക്കുന്ന സീനാണ്. ഛർദിച്ച് അവന് ഭയങ്കര ടയർഡായി ചോദിച്ചപ്പോൾ ഇല്ലാന്നൊക്കെ പറയുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയതിന് ശേഷമുള്ള ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഇപ്പം മൈക്ക് അവന്റെ കയ്യിലായിട്ടോ, അത് ഓണാണ്. ബാക്കി നോക്കാം നമുക്ക്. നമ്മൾ ഏത് വെള്ളച്ചാട്ടത്തിലാ പോണേ? ആനടിക്കുത്ത് വെള്ളച്ചാട്ടത്തിലാ പോണേ. ഇനി വെള്ളച്ചാട്ടത്തിൽ പോയിട്ട് ബാക്കി കാണാം അല്ലേ? അതെ. ഓക്കെ ബൈ പറ. ഓക്കെ ബൈ. നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും ഒരു ക്ഷമയില്ലാത്ത ചെറുക്കനാട്ടോ. കണ്ടോ നേരെ ഓടുന്നത്, വഴിയൊന്നും അറിയില്ല, ചുമ്മാ കിടന്ന് ഓടുക. ഒരു മല കയറാനുണ്ട്. മലയൊക്കെ കയറാൻ ആശാൻ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. ആശാൻ നല്ല എനർജറ്റിക് ആയിട്ട് തന്നെ റെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചാച്ചിയും മോനും കൂടെ വേഗം മല കയറാൻ തുടങ്ങി. മല കയറി അവിടെ എത്തിയതിന് ശേഷം താഴേന്ന് വെള്ളച്ചാട്ടത്തിന്റെ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട്. ആ സമയത്ത് അവന് വല്ലാണ്ട് വെപ്രാളപ്പെട്ട് ഓടുന്നുണ്ടായിരുന്നു. അവന് യാതൊരു ക്ഷമയുണ്ടായിരുന്നില്ല. അങ്ങനെ ചാച്ചിയും അവനും കൂടെ താഴത്തേക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ് കാണുന്നത്. അവന് പിടിച്ചിരിക്കുന്നത് കണ്ടാൽ നമ്മൾ വിചാരിക്കും പേടിച്ചിട്ടാണ്. അല്ല, ഇറങ്ങി ഓടാനുള്ള ധൃതിയാണ് അവന്. കാരണം അവന് വെള്ളം കണ്ടതിന് ശേഷം പിന്നെ യാതൊരു ക്ഷമയുണ്ടായിരുന്നില്ല. നേരെ വെള്ളത്തിൽ പോയിട്ട് ചാടണം എന്നുള്ള ഒരൊറ്റ ഒരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ രണ്ടുപേരും പുറകിൽ ക്യാമറ പിടിച്ച് വരുമ്പോഴത്തേക്ക് അവർ രണ്ടുപേരും എവിടെയോ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അവരെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാണ്. അതിനുശേഷം ഇവൻ ചെറുക്കൻ ഫുള്ള് വെള്ളത്തിലായിരുന്നു. അവന് ഇത്ര വെള്ളത്തിൽ കളിക്കാൻ ഇഷ്ടമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വെള്ളച്ചാട്ടത്തിലൊക്കെ വന്ന് കളിക്കുന്നത്. അവന് ഭയങ്കര ഹാപ്പിയായിരുന്നു. അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. അതിനുശേഷം ആശാൻ എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങളോട് മുങ്ങാനും ഞങ്ങളോട് മുങ്ങിത്താവാനും ഒക്കെ ആയിട്ട്. ചില അവൻ്റെ വാപ്പയും ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ആൾക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് വരാൻ പേടിയാ. ഈ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആൾക്ക്. ആൻഡ് ഞങ്ങൾ എത്ര പോവാന്നൊന്നും പറഞ്ഞിട്ട് യാതൊരു കൂട്ടാക്കലും ഉണ്ടായിരുന്നില്ല. ഫുള്ള് കളിക്കാന്നുള്ള ഒരൊറ്റ മൈൻഡ് സെറ്റായിരുന്നു. കേട്ടില്ല അവൻ്റെ വീരവാദങ്ങളൊക്കെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തേക്ക്. ബായ്.